അപകടത്തെ തുടർന്ന് കൊച്ചി തേവര പാലത്തിൽ തൂങ്ങിക്കിടക്കുന്ന ലോറിയുടെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെയൊക്കെ കണ്ടിരുന്നു. ലോറി മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. ആദ്യ ശ്രമം പരാജയപ്പെട്ടു, രണ്ടാമത് വീണ്ടും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, രാവിലെ ഒരു 10-11 മണിയായപ്പോൾ മുതൽ അവിടെ ആ തരത്തിൽ പെട്ടുപോയി കിടക്കുന്ന ലോറിയാണ്. ആദ്യ ശ്രമം പരാജയപ്പെട്ടു, രണ്ടാമത്തെ ശ്രമം എങ്ങനെ നടക്കുന്നു? പക്ഷേ രാവിലെ 12 മണിയോടുകൂടിയാണ് തോപ്പുംപടി ഭാഗത്ത് നിന്ന് തേവര കുണ്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി തേവര അലക്സാണ്ടർ പറമ്പിത്ര പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കാറായത്. താഴേക്ക് പതിച്ചില്ല എന്നുള്ള മട്ടിലാണ് ഈ ടിപ്പർ ലോറി നിൽക്കുന്നത്. കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി മാലിന്യങ്ങൾ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന സ്വകാര്യ വ്യക്തിയുടെ ലോറിയാണിത്. ഈ ലോറിയെ ഓവർടേക്ക് ചെയ്ത് ഒരു ടാങ്കർ ലോറി പോയിരുന്നു. ആ ടാങ്കർ ലോറി ഈ ലോറിയുടെ മുന്നിൽ കയറി ഉടൻ തന്നെ അല്പം വെട്ടിച്ചു. അപ്പോൾ ടാങ്കർ ലോറിയുടെ പിൻവശം ഈ ലോറിയുടെ മുന്നിലിടിച്ചു. അങ്ങനെയാണ് ലോറി പെട്ടെന്ന് നിയന്ത്രണം വിട്ടത് എന്നാണ് ലോറിയുടെ ഡ്രൈവർ പറഞ്ഞത്. അല്പസമയം മുൻപാണ് ക്രെയിനുകൾ എത്തിയത്. നേരത്തെ 2-3 ക്രെയിനുകൾ എത്തിയിരുന്നുവെങ്കിലും അവയിലെ ജീവനക്കാർക്ക് ഇത് ഉയർത്തി മാറ്റാനാവില്ല എന്നൊരു അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് 15 ടൺ വീതം ശേഷിയുള്ള 2 ക്രെയിനുകൾ കൊണ്ടുവന്ന് 2 വശത്തു നിന്നും ഒരേ സമയം ആ ലോറിയിൽ ബെൽറ്റ് ഇട്ട് ഉയർത്തി മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ശ്രമം തുടങ്ങുകയാണ്. ആദ്യ ശ്രമം പാളിപ്പോയി. ലോറി ആ ബെൽറ്റ് വടം തെന്നി നീങ്ങി ലോറി അവിടെ ഇരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഉദ്യമത്തിൽ ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം. 2 ക്രെയിനുകൾ ഒരേ സമയം ഉപയോഗിച്ച് ലോറി താഴെ കായലിലേക്ക് വീഴാതെ, കൊച്ചി കായലാണ്, വലിയ ഒഴുക്കുണ്ട്. രണ്ടാമത്തെ ശ്രമം എന്തായിരുന്നാലും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതാണ്ട് മുക്കാൽ പങ്കോളം അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ വിജയിച്ചിരിക്കുന്നു. ലോറി കരയിലേക്ക് എടുത്തു വെക്കാൻ സാധിച്ചിരിക്കുന്നു. 2 ക്രെയിനുകൾ 2 വശങ്ങളിൽ നിന്ന് വടം ഉപയോഗിച്ചുകൊണ്ട് ലോറിയിൽ കൊളുത്തി ശക്തമായി വലിക്കുകയായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ശ്രമിച്ചുവെങ്കിലും വടം തെന്നി നീങ്ങി ആദ്യ ശ്രമം വിജയിച്ചില്ല. രണ്ടാമത്തെ ശ്രമം ഏതാണ്ട് 3/4% അല്ലെങ്കിൽ 3/4 പങ്കും വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇനി ലോറി താഴെ കായലിലേക്ക് പതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. രാവിലെ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും അത്ഭുതകരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലോറിയുടെ പകുതിയിലധികം ഭാഗം കായലിലേക്ക് ചെരിഞ്ഞു നിന്നിട്ടും ആ ഡ്രൈവർക്ക് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാനായി. ഇപ്പോൾ ലോറി ഏതാണ്ട് 3/4 പങ്കോളം കായലിലേക്ക് തള്ളി നിന്നിരുന്ന ഭാഗങ്ങൾ തിരികെ റോഡിലേക്ക് എടുത്തു വെച്ചിരുന്നു. ഏറെ തിരക്കുള്ളതാണ് ഈ തോപ്പുംപടിയിൽ നിന്ന് തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള, കുണ്ടന്നൂർ വഴി തൃപ്പൂണിത്തുറയിലേക്കുള്ള ഈ റോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റായി വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുക കൂടിയാണ്. സ്കൂൾ വിട്ടു വരുന്ന സമയം കൂടിയായതിനാൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ട്രാഫിക് പോലീസും ഒക്കെ കൂടാതെ ഫയർഫോഴ്സും ഒപ്പമെത്തിയാണ് ഗതാഗത ക്രമീകരണങ്ങൾ, മറ്റ് സുരക്ഷാ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. എന്തായിരുന്നാലും രണ്ടാമത്തെ ഉദ്യമത്തിൽ ആണെങ്കിൽ തന്നെ ലോറി ഉയർത്തി മാറ്റുന്നതിൽ ഏതാണ്ട് 3/4 പങ്കോളം വിജയിച്ചിരിക്കുന്നു. കാരണം ലോറി മുന്നോട്ട് പോയാൽ മറ്റൊരു വഴിയുമില്ല. അങ്ങേയറ്റം ആഴമേറിയ കൊച്ചി കായലാണ്. ഇവിടെ നിന്ന് നേരെ എതിർവശത്ത് കാണുന്നതാണ് തേവരയിലെ പ്രധാനപ്പെട്ട പാലം എന്ന് പറയുന്നത്. ആ പാലം കഴിഞ്ഞാൽ നാവികസേന ആസ്ഥാനവും മറ്റുമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അഴിമുഖം തുടങ്ങുകയായി. അഴിമുഖത്തിന്റെ അഴിമുഖത്തോട് നല്ല ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ തോതിലുള്ള ആഴവുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം റിസ്കിയായ അല്ലെങ്കിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു ജോലി. മാത്രമല്ല ഈ ലോറിയിൽ ഏതാണ്ട് 3/4 ചെളിമണ്ണ് മാലിന്യമാണ്. അതായത് ലോറിയുടെ ഭാരം മാത്രമല്ല, ലോറിക്കുള്ളിലുള്ള ഈ പ്ലാസ്റ്റിക്, ചെളി തുടങ്ങിയ മാലിന്യങ്ങൾ അടിഞ്ഞു ചേർന്നിരിക്കുന്ന ആ വസ്തുക്കളാണ് ഈ ലോറിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാരം കൂടിയുണ്ട്. ആ 2 ഭാരവും ചേർത്തായതുകൊണ്ട് തന്നെ ഒരു ക്രെയിൻ കൊണ്ട് ഉയർത്തി മാറ്റുക പ്രായോഗികമാവില്ല എന്നുറപ്പായിരുന്നു. കാരണം പിന്നിൽ നിന്ന് വലിച്ചാൽ ലോറി ഒരുപക്ഷെ മുന്നോട്ട് ആഞ്ഞു പോയേക്കാം. അതല്ല, മുന്നിൽ നിന്ന് വലിക്കുന്നത് മാത്രം അത് ഉയർത്തി മാറ്റാനാവില്ല. എന്തായിരുന്നാലും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ലോറി ഉയർത്തി മാറ്റുന്നതിൽ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. ലോറിയുടെ റോഡിന്റെ ഒരു പകുതി കുറുകെ ലോറി കിടക്കുന്നു. വീണ്ടും തന്നെ ലോറിയുടെ ബാക്കി ഭാഗം കൂടി പരമാവധി റോഡ് അരികിലേക്ക് ചേർത്ത് വെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ തന്നെ അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ലോറി മാറിയിരിക്കുന്നു. ഈ തേവര പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ടുണ്ട്. രാവിലെ ഒരു 12 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ആ സമയത്തും ഏറെ വാഹനങ്ങൾ ഈ റോഡിലുണ്ട്. എപ്പോഴും തന്നെ ഇടതടവില്ലാതെ വാഹനങ്ങൾ ഒഴുകുന്ന ഒരു റോഡാണിത്. കാരണം തോപ്പുംപടി മേഖലയിൽ നിന്ന് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ ചേർത്താല, വൈറ്റില ഭാഗങ്ങളിലേക്കുള്ള ഒരു എളുപ്പ വഴിയായി ഈ റോഡിനെ പറയാം. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഒഴുക്കാണ്. പക്ഷേ ഒരു അപകടമുണ്ടാകുമ്പോൾ മറ്റു വാഹനങ്ങളിൽ ഒന്നും തട്ടിപോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതുപോലെ മീൻപിടുത്തക്കാരുൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഈ പാലത്തിലൊക്കെ നിന്ന് മീൻ പിടിക്കുന്നതാണ്. വഴി യാത്രക്കാർ, നടപ്പ് യാത്രക്കാർ അധികമില്ല. കാരണം വാഹനങ്ങളാണ് ഈ പാലത്തിൽ കൂടി കൂടുതലും പോകുന്നത്. എന്തായിരുന്നാലും നൂറുകണക്കായ വാഹനങ്ങൾ, ഏതാണ്ട് ഒരു 200-250 മീറ്ററോളം നീളമുണ്ട് ഈ പാലത്തിന്. ആ പാലത്തിൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ ഒഴുകുന്നതാണ്. എന്തായിരുന്നാലും ഭാഗ്യം കൊണ്ട് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ വലിയ ഒരു അപകടം ഒഴിവായി. ലോറി താഴെ പോയിട്ടില്ല.
ആ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ആ ലോറിയുടെ കമ്പിയിൽ ഇടിച്ചുള്ള നേരിയ ഒരു പരിക്ക് മാത്രമാണുള്ളത്. ലോറി പൂർണ്ണമായും ഉയർത്തി റോഡിന്റെ അരികത്തേക്ക് മാറ്റിവെക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും ഈ രണ്ട് ക്രെയിനുകളുടെയും നിയന്ത്രണത്തിലാണ് ലോറി. അതുകൊണ്ട് തന്നെ മറ്റ് അപകട സാധ്യതകൾ ഏതാണ്ട് എല്ലാം തന്നെ ഒഴിവായിരിക്കുന്നു. അധ്വാനിച്ച് ഏറെ പണിപ്പെട്ട് ആണെങ്കിൽ തന്നെ ക്രെയിൻ ഓപ്പറേറ്റർമാർക്ക് ആ ലോറി അതിലുണ്ടായിരുന്ന ഭാരം അത്രയും വഹിച്ചുകൊണ്ട് തന്നെ വഴിയരികിലേക്ക് ഏതാണ്ട് നീക്കി മാറ്റിവെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയിൽ നിന്ന് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ലോറിയാണ്. ഈ ലോറി തിരക്കേറിയ വഴിയിൽ കൂടി വരുമ്പോൾ മറ്റൊരു ടാങ്കർ ലോറി ഓവർടേക്ക് ചെയ്തു. ആ ടാങ്കർ ലോറി മറികടന്ന ഉടൻ തന്നെ ടാങ്കർ ലോറി അല്പം വെട്ടിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ ടിപ്പർ ലോറിയുടെ മുൻഭാഗത്ത് ടാങ്കർ ലോറിയുടെ പിൻഭാഗം വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട് ലോറി പുഴയിലേക്ക് തെന്നി മറിയാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് നിയന്ത്രണം വിട്ട് കൈവരിയിൽ ഇടിച്ചു നിന്നത് എന്നാണ് ലോറി ഡ്രൈവർ സുനിൽ കുറച്ചു സമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോറി ഏതാണ്ട് പൂർണ്ണമായും തന്നെ പാലത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇനി ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാൽ മതിയാവും. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഗതാഗത ക്രമീകരണം, ഒപ്പം രണ്ട് ക്രെയിനുകളുടെ ഒരുമിച്ചുള്ള കഠിനാധ്വാനം, ഇവയെല്ലാം ശരിയാതെ അല്ലെങ്കിൽ കായലിലേക്ക് തെന്നി മാറാതെ ഇപ്പുറത്ത് റോഡരികിലേക്ക് തന്നെ എടുത്തു വെക്കാൻ സാധിച്ചത് പോലീസിനെയും ഫയർഫോഴ്സിനെയും മറ്റ് ഏജൻസികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. രാവിലെ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് ഡ്രൈവർക്ക് അപായം ഉണ്ടായില്ല. അതേസമയം ഡീസൽ ടാങ്കും മറ്റും ഈ ഇടിച്ച് ഡീസൽ കായലിലേക്ക് ചോരുന്നത് രാവിലെ ഇവിടെ വന്നപ്പോൾ കാണാമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി ഗതാഗത ക്രമീകരണം മാത്രമാണ് അവശേഷിക്കുന്നത്. ജോലി പൂർത്തിയാക്കി ക്രെയിനുകൾ ഏതാണ്ട് മടങ്ങുകയാണ് എന്ന് കരുതുന്നു. ഇനി ക്രെയിനുകൾ സംബന്ധിച്ച് വേണമെങ്കിൽ അല്പം കൂടി വശത്തേക്ക് ഈ ലോറി ടിപ്പർ ലോറി ഉയർത്തി മാറ്റിവെക്കാമെന്ന് മാത്രം. അതല്ലെങ്കിൽ തന്നെ നേരിയ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാകും എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ലോറി ഉയർത്തി മാറ്റാൻ സാധിച്ചതിന്റെ ആശ്വാസമാണ് എങ്ങും നിറയുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ ലോറി ഉയർത്തി മാറ്റിയിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. തൊട്ടു മുമ്പിലത്തെ ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ആ ലോറി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ആദ്യത്തെ ശ്രമം ഒന്ന് പരാജയപ്പെട്ടെങ്കിൽ പോലും രണ്ടാമത്തെ ശ്രമത്തിൽ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഗതാഗതം സുഗമമായി കടന്നുപോകും. നേരത്തെ ഒരു വരിയിലൂടെയൊക്കെയായിരുന്നു വാഹനം കടത്തി വിട്ടുകൊണ്ടിരുന്നത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.